Director Siddhartha Shiva, TV actor, film director. Welcome back. Thank you. സിനിമയിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരമുള്ള ഒരാൾ എന്ന് തോന്നിയിട്ടുള്ള ഒരാൾ അതെന്റെ അച്ഛനാണ്. അച്ഛൻ ശിവപ്രസാദ് പൂന ഫിലിം സ്റ്റുഡിയോയിൽ പഠിച്ചിറങ്ങിയ ഡയറക്ടറാണ്. അദ്ദേഹം കുറച്ച് അവാർഡ് ഫിലിംസ് മീൻസ് കുറച്ച് സിനിമ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് അവാർഡ് ഫിലിംസ് ആയിപ്പോയി. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം തന്ന ഒരു ഏറ്റവും കൂടുതൽ ഉത്തരം തന്നിട്ടുള്ള ആളാണ് എന്റെ അച്ഛൻ. ഞാനൊരു സിനിമ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ തന്ന ഉപദേശം, സിനിമ എടുത്തു പക്ഷെ അച്ഛനെ പോലെ ആവരുതെന്ന് പറഞ്ഞു. അല്ല, അച്ഛൻ ഈ ഒരു കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ സിനിമകളുടെ ഭാഗമായിട്ട് പോകണം എന്ന് പറഞ്ഞു. സിനിമയുടെ കൂടെ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള സിദ്ധുവിന്റെ അടുത്ത് എന്റെ ക്വസ്റ്റ്യൻ, നാടകത്തെ കുറിച്ച് സാംസ്കാരിക മന്ത്രിയെ കണ്ടാൽ ഒരു ചോദ്യം ചോദിക്കും. നാടകം എന്താണ് സിനിമ പോലെ ഇത്രയും പോപ്പുലർ ആവാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാത്തതെന്ന് ചോദിക്കും. എന്നിട്ട് എന്ത് ഉത്തരാണ് സാംസ്കാരിക മന്ത്രിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു കമ്മിറ്റിയെ വെച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യം ഇതിനെ പറ്റി. ആ ഒരു ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് അത് പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും പറയും. അപ്പൊ വീണ്ടും പുതിയൊരു കമ്മിറ്റിയെ വെച്ച് പഠിക്കും. വെൽ ഗിവൺ എ ചാൻസ്, ഞാനിപ്പോ പറയുന്ന മേഖലയിൽ നിന്ന് ആരോട് എന്ത് ചോദിക്കുന്നു പറയണം. സിനിമയിൽ ഫഹദ് ഫാസിലിനോട് ചോദിക്കും. എന്ത് ചോദിക്കും? ഡേറ്റ് ചോദിക്കും. പൊളിറ്റിക്സ് VM സുധീരനോട് ചോദിക്കും. എന്ത് ചോദിക്കും? ഗവൺമെന്റിൽ വന്നൂടെ എന്ന് ചോദിക്കും. മന്ത്രി ആയിക്കൂടെ എന്ന് ചോദിക്കും. സ്പോർട്സിൽ ഞാൻ മറഡോണയോട് ചോദിക്കും. എന്ത് ചോദിക്കും? ധൈര്യമുണ്ടോ എന്നെ കളിച്ചു തോപ്പിക്കാന്ന്? ധൈര്യമുണ്ടോ എന്നെ കളിച്ചു തോപ്പിക്കാന്ന്? ഫുട്ബോള് ഉറപ്പാണോ? ഉറപ്പാ. അതെന്താ? ഞാൻ ഗോളിയായിരിക്കും. ഒറ്റ ബോൾ അകത്തോട്ട് പോവില്ല. And that's Siddhartha Shiva with me on Club FM Star Jam. Ton കണക്കിന് ഫൺ. സന്തോഷ് ശിവൻ എന്ന് കേട്ടിട്ടുണ്ടാവും, ബട്ട് നമുക്കൊരു പുതിയ ശിവ ഉണ്ട്, സിദ്ധാർത്ഥ ശിവ, ഡയറക്ടർ ഓഫ് 101 ചോദ്യങ്ങൾ. വെൽക്കം ബാക്ക് ടു മൈ ഷോ. താങ്ക് യു. ഇനി ഞാൻ 10 ക്വസ്റ്റ്യൻ ചോദിക്കും. സേ ട്രൂ ഓർ ഫാൾസ് ആൻഡ് വൈ. ഓക്കേ, റെഡി. 101 ചോദ്യങ്ങളുടെ സംവിധായകൻ പറയാ, എന്റെ ലൈഫ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്, ബിക്കോസ് ഐ ഗോട്ട് അവാർഡ്. എനിക്കിപ്പോൾ ഒരു മേൽവിലാസമായി. അപ്പൊ അതുകൊണ്ട് ചോദ്യചിഹ്നമല്ല, എനിക്ക് ഇനി ഉത്തരമായിട്ട് തന്നെ നിൽക്കാം. സിനിമ ഇൻഡസ്ട്രിയിലെ ചിലരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ബാൻഡ് ആണ്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. അത് ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ചിലരോട് ഇന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞു തന്നുണ്ടോ? അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടും ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കാറില്ല. ഏതാ ചോദ്യം? ആരോടും ഒരു ചോദ്യം ചോദിക്കാറില്ല. അപ്രിയ സത്യം പറയാൻ പാടില്ല എന്ന് പറയും പോലെ അപ്രിയ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ഇപ്പോ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്ന ആളുകൾ നല്ല ആൾക്കാർ, നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നതെല്ലാം പന്ന ആൾക്കാർ എന്നുള്ളൊരു ഫോർമാറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അപ്രിയം അല്ലെങ്കിൽ നമുക്കൊരു ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം നമുക്ക് പറയാം, നമ്മളുടെ ഇത് പറയാം. പക്ഷെ വേറെ ആളോട് ചോദിക്കുമ്പോൾ അത് അയാൾക്ക് ഒരു ഹേർട്ട് ആവുന്ന രീതിയിൽ നമ്മൾ ചോദിക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മസാല എലമെന്റ്സ്, കമേഴ്ഷ്യൽ ചേരുവകൾ, ഇതൊന്നും ഇല്ലാത്ത സിനിമകൾ എടുക്കുക എന്നതാണ് എന്റെ ആശ. ട്രൂ. അതില് എന്റെ പടം ഒരു തിയേറ്ററിൽ ഒരുപാട് ഓടാനായിട്ട് മസാലകൾ ചേർക്കാനോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ എലമെന്റ്സ് കൊണ്ടുവരാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എലമെന്റ്സ്, അത് മസാല എന്നോ അല്ലെങ്കിൽ സെക്ഷൽ എന്നോ അല്ല, ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എലമെന്റ്സ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. ഇപ്പോഴെനിക്ക് സംവിധാനം ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ക്യൂ ആണ്. ഫാൾസ്. അതെന്താ? ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടറിനെ കാണാനായിട്ട് പെട്ടിയും തൂക്കി പ്രൊഡ്യൂസേഴ്സ് വരില്ല? ഇല്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല, അധികമൊന്നും വന്നിട്ടില്ല. സിനിമയിൽ വന്നു, സിനിമയിൽ അഭിനയിച്ചു, സിനിമ പിടിച്ചു, ഞാനൊരു സംഭവമായി. ട്രൂ ഓർ ഫാൾസ്? ഹാഫ് ട്രൂ ഹാഫ് ഫാൾസ്. കാര്യം ഞാൻ സിനിമയിൽ വന്നു, ഇത്രയൊക്കെ ആവാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ആവാൻ പറ്റി എന്നുള്ളത്. ഇനിയും എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരു പകുതി ഫാൾസും ആണ്. That's Siddhartha Shiva with me on Club FM Star Jam. ടൺ കണക്കിന് ഫൺ. എന്റെ പേര് സിദ്ധാർത്ഥ ശിവ, ഡയറക്ടർ ഓഫ് 101 ചോദ്യങ്ങൾ. എന്താ ചെയ്യേണ്ടത്? ട്രൂ ഓർ ഫാൾസ് പറയാ ആൻഡ് വൈ. നാഷണൽ അവാർഡ് കിട്ടി, ഞാൻ എന്റെ സംവിധാനത്തിന്റെയും അഭിനയത്തിന്റെയും റേറ്റ് കൂട്ടി. ട്രോൾസ്. ഞാൻ അഭിനയത്തിന്റെ റേറ്റ് ഞാൻ കൂട്ടിട്ട് കാര്യമില്ലല്ലോ, തരണ്ടേ ആളുകള്. പിന്നെ സംവിധാനത്തിന്റെ റേറ്റ്, ഞാൻ ആദ്യത്തെ പടത്തിന്റെ റേറ്റ് ഇല്ലായിരുന്നു. കാര്യം ഞാൻ തന്നെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ എന്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. കടമാണ്. അതെ, ഇപ്പോഴും കടങ്ങളൊക്കെ വെച്ച് കൊടുത്തു തീർക്കാനുണ്ട്. ഒരു ആക്ടർ ഡയറക്ടർ ആവാൻ ശ്രമിച്ചാൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഫാൾസ്. കാര്യം ഇപ്പോൾ ഉള്ള ഒരുപാട് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ആവുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു ഇതുണ്ട്, ഒരു ലേബലുണ്ട്. നല്ല ആക്ടേഴ്സ് എന്ന് വെച്ചാൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണെങ്കിൽ. ടിവിയിൽ നിന്ന് സിനിമയിലേക്ക് എത്താൻ എളുപ്പമാണ്. ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ സിദ്ധാർത്ഥ ശിവ പറയൂ. ടിവിയിൽ നിന്ന് സിനിമയിലേക്ക് എത്താൻ എളുപ്പമാണ്. ആ ഷോ അല്ലെങ്കിൽ ആ ആക്ടർ വളരെയധികം നല്ല പെർഫോമൻസും ആ ഷോ എസ്റ്റാബ്ലിഷ്ഡ് ആവണം. അതുപോലെ തന്നെ ആക്ടർ നല്ല പെർഫോമറും ആയിരിക്കണം.
സിനിമയിൽ അശ്ലീലം പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. സിനിമയിൽ അശ്ലീലം പറയുന്നത് തെറ്റില്ല, പക്ഷെ അശ്ലീലത്തിന്റെ ബോർഡർ നമ്മൾ തീരുമാനിക്കണം. അത് ആ എഴുതുന്ന ആളും അല്ലെങ്കിൽ എന്താണ് നമുക്ക് അശ്ലീലം എന്ന് പറയുന്നതിൽ തന്നെ ഒരു ഇതുണ്ടല്ലോ, ശ്ലീലമല്ലാത്തത് അശ്ലീലം, അങ്ങനെ ഒരു ഇത് കൊടുത്തുകൊണ്ട് തന്നെ അതിനൊരു ലിമിറ്റ്, അതിന്റെ ലിമിറ്റ് ലൈൻ, ഒരു ബോർഡർ ലൈൻ ഫിക്സ് ചെയ്തിട്ട് വേണം. സിദ്ധു ആണ് സിനിമ പിടിക്കുന്നതെങ്കിൽ ഒരുപാട് ബീപ്പുകൾ ഉണ്ടാവുമോ പടത്തില്? എന്റെ കഥാപാത്രം ബീപ്പുകൾ ഇടുന്ന ഒരാളാണെങ്കിൽ ഉണ്ടാവും. ബീപ്പ് ഇട്ടിട്ട് തെറി വിളിക്കുന്നതിൽ തെറ്റില്ല. ട്രൂ ഓർ ഫാൾസ്? അത് പണ്ട് ഒരാൾ പറഞ്ഞ പോലെ എന്നെ മൂളിപ്പാട്ടിൽ തെറിപ്പാട്ട് പാടി എന്ന് പറഞ്ഞ് ഒരാൾ കംപ്ലൈന്റ് കൊടുത്തതായി പോയി കാര്യം. ഇപ്പൊ ബീപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം തെറിയാണെന്ന്. ഇനിയിപ്പോ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ആരെങ്കിലും ദേഷ്യപ്പെടാ അട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തെറിയായിട്ട് മാറും. അത്രയധികം സിനിമ ബീപ്പുകൾ മനുഷ്യനിലെ സ്വാധീനിച്ചു കഴിഞ്ഞു. നാഷണൽ അവാർഡ് കിട്ടി, കൂടെ എത്ര രൂപ കിട്ടും എന്ന് ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി. ട്രൂ ഓർ ഫാൾസ്? ഞാൻ അടിച്ചു നോക്കിയില്ല, പക്ഷെ എന്റെ പ്രൊഡ്യൂസർ അടിച്ചു നോക്കിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇത്രയും കിട്ടും, അതിൽ പകുതി എനിക്കാണെന്ന്. That's Siddhartha Shiva with me on Club FM Star Jam. And എവിടെയുണ്ട് ടൺ കണക്കിന് ഫാൻ. യു ആർ അണ്ടർ അറസ്റ്റ് എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ഞാൻ ഒരു യങ് ഡയറക്ടറിനെ, ഒരു യങ് ആക്ടറിനെ, ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടറിനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ സിദ്ധാർത്ഥ, 101 ചോദ്യങ്ങളുടെ ഡയറക്ടറാണ്. ഒരു കുട്ടിപ്പടം പിടിച്ചു വലിയ അവാർഡ് കിട്ടി, അതൊരു വലിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഷാനെ ഇനി മേലാൽ ഈ കുട്ടിപ്പടം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല അടി വെച്ചിന് കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടില്ലേ? അതെ അതെ, അതാണ് എന്റെ ചോദ്യം. കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ട് അതൊരു കുട്ടിപ്പടമാണ് എന്നുള്ള ഇത്. കാര്യം ഇതിനകത്തൊരു കുട്ടിയാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ഒരിക്കലും ഒരു ചിൽഡ്രൻസ് ഫിലിം അല്ല. ഞാൻ ഒരു അവാർഡ്സിനും ഇതൊരു ചിൽഡ്രൻസ് ഫിലിം കാറ്റഗറിയിൽ കൊടുത്തിട്ടുമില്ല. ഈ കുട്ടിയും കുട്ടിയുടെ അച്ഛനും കുട്ടിയുടെ അധ്യാപനം അടങ്ങുന്ന ഒരു ട്രയാങ്കിൾ, ഒരു 3 കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കഥ പോകുന്നത്. മകൻ 101 ചോദ്യങ്ങൾ തേടി പോകുന്ന അതേ സമയത്ത് തന്നെ അച്ഛൻ കഥ തുടങ്ങുന്ന സമയത്ത് തന്നെ അച്ഛൻ അവിടുന്ന് ജോലി നഷ്ടപ്പെടുകയാണ്. അപ്പൊ അച്ഛൻ ഇപ്പൊ വരുമാനമില്ല, മകനിപ്പോ വരുമാനമുണ്ട്. ഈ ചോദ്യങ്ങൾ തരുമ്പോൾ 1 രൂപയ്ക്ക് ഒരു ചോദ്യം കിട്ടുന്നുണ്ട്, വരുമാനമുണ്ട്. ഇങ്ങനെ രണ്ടുപേരും പോകുന്നു. അങ്ങനെ ഇവർ ചെന്ന് എത്തിപ്പെടുന്നത്, ഈ 101ാമത്തെ ചോദ്യത്തിൽ എത്തിപ്പെടുന്നത് രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണ്. ആൻഡ് എന്റെ ക്വസ്റ്റ്യൻ സ്റ്റിൽ റിമെയിൻസ് ദ സെയിം. ഒരു സ്മോൾ സ്കെയിൽ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ വളരെ പരിമിതമായിട്ട് വളരെ ഒതുക്കത്തോടുകൂടി സിദ്ധു ആരും അറിയാണ്ട് ഒരു സിനിമ എടുത്തു. അങ്ങനെ ചെയ്ത സമയത്ത് പലരും അത്ഭുതം കൊണ്ടു. ശരിയാണ്. പരിഹസിച്ചോ ആരെങ്കിലും? പരിഹസിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ നേരിട്ടും പരിഹസിച്ചിട്ടുണ്ട്, അല്ലാതെ പരിഹസിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം നേരിട്ട് കേൾക്കാതെ ഞാൻ വിശ്വസിക്കാറില്ല. നേരിട്ട് പരിഹസിക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഇത്രയും വലിയ മനുഷ്യൻ ഇത്രയും ചെറിയ മനസ്സോ? ഇവിടുത്തെ സുമോ ഗുസ്തിക്കാർ പോലും അവരുടെ ഒരു കളിയാക്കി, അല്ലെങ്കിൽ കളിയാക്കുകയല്ല, അവരുടെ പ്രയത്നത്തെ അംഗീകരിക്കാതെ വരുമ്പം ആർക്കായാലും ഒരു ഇത് തോന്നും. അങ്ങനെ കേരളത്തിലൊരു പ്രമുഖ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയൊക്കെ ഉള്ള ഒരാളാണ് എന്നോട് ചോദിച്ചത്, വേറെ എന്തെങ്കിലും പണി ചെയ്താൽ പോരെ, എന്തിനാ അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു എന്റെ അടുത്ത്. ഈ ചാപ്പ കുരിശ് എറയിലും അവരിപ്പോഴും പഴയ കുരിശന്റെ എറയിൽ തന്നെയാണെന്ന് തോന്നുന്നു, ചാപ്പയിലേക്ക് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു.